എൻ്റെ ടിക്കറ്റ് ലഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ വളരെയധികം നമുക്ക് സാമ്പത്തികമായിട്ട് ഞെരുക്കമുള്ളൊരു സമയമായിരുന്നു ഇത്. ഓസ്ട്രേലിയക്കാണെങ്കിലും പോകുന്നതിന് വേണ്ടി നമുക്ക് കാശ് ഒത്തിരി ചിലവുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ സാമ്പത്തിക ഞെരുക്കത്തിലായിരുന്നപ്പം നമ്മൾ ചോദിക്കാതെ തന്നെ എൻ്റെ കൂട്ടുകാർ എനിക്ക് വേണ്ടി സാമ്പത്തികമായിട്ട് അകമഴിഞ്ഞ് സഹായിക്കുകയും ചെയ്തു. പിന്നെ ഉടമ്പടി തൈലം പുരട്ടിയിട്ട് മാത്രമേ ഞാൻ എങ്ങോട്ട് പോകാനാണെങ്കിലും ഇറങ്ങാറുള്ളൂ. അതുപോലെ തന്നെ ഏത് ആപ്ലിക്കേഷൻ അയക്കുമ്പോഴും ഓരോ പേപ്പറും പ്രോസസ്സിങ്ങിന് വേണ്ടി ഞാൻ അയക്കുന്നതിന് മുന്നേ ആയിട്ട് മാതാവിന് മുന്നിൽ പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം ആ പേപ്പറിലും ആ അയക്കുന്ന ലാപ്ടോപ്പിലും പുരട്ടിയിട്ടായിരുന്നു ഞാൻ അയച്ചുകൊണ്ടിരുന്നത്. ഒപ്പം കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ പാവങ്ങളെല്ലാം സഹായിക്കാനായിട്ടും എൻ്റെ അടുത്ത് സഹായത്തിനെത്തുന്ന എല്ലാവരെയും അകമഴിഞ്ഞ് സഹായിക്കാനും ശ്രമിച്ചു. അതുപോലെ തന്നെ ഉടമ്പടി പത്രം വിതരണം ചെയ്യുമ്പോഴെല്ലാം എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അവരോട് സാക്ഷ്യപ്പെടുത്തി അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടായിരുന്നു ഞാൻ പത്രം വിതരണം ചെയ്തിരുന്നത്. പിന്നെ ഈ വിസ വന്നതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് കഫക്കെട്ടും പനിയൊക്കെ ആയ ശേഷം ഇന്നിപ്പം എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് ഇനി ദിവസങ്ങളില്ലായിരുന്നു. അപ്പം ഇന്ന് എനിക്ക് സാക്ഷ്യം പറയാനുള്ള ശബ്ദം പോലും ഉണ്ടാകുമെന്ന് എനിക്ക് സംശയമായിരുന്നു. അപ്പം ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പം നിങ്ങളുടെ മുന്നിൽ സാക്ഷി പറയാനായിട്ട് സാധിച്ചു. ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി.